ശ്രീ ഉല്ലാസ് ബാബു, അതാണ് വിജയപ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു ശക്തമായ വിഷയമാക്കി ഉന്നയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു? ഒരുപക്ഷേ കെ സുരേന്ദ്രൻ്റെ ഒരു ചെറിയ പ്രസ്താവന കൊണ്ട് മാത്രം ഒതുക്കേണ്ട ഒരു വിഷയമാണോ? ഇത്തരം ഒരു വലിയ സ്ഫോടനം നടക്കുന്നു, അവിടെ ഒരാൾ മരിക്കുന്നു, പിടിയിലാകുന്നത് മുഴുവൻ ഡിവൈഎഫ്ഐ പ്രവർത്തനം. സ്വാഭാവികമായും നിങ്ങൾ തമ്മിൽ ഒരു നെക്സസ് ഉണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന എങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? പൂർണ്ണമായിട്ട് അവരെ കുറ്റം പറയണം. അത് മനുവിന് കഴിയില്ല. കാരണം മനു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അവർ പറഞ്ഞ കാര്യം എന്നോട് ചോദിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് മനു ചോദിച്ചു, സ്വാഭാവികം. പക്ഷെ വളരെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ ജോർജ് പടിപ്പാറ സാർ ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്പർ 1 എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന അധ്യക്ഷനാണ്. ആ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം നടക്കണം, കുറ്റവാളികളെ കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. ഒപ്പം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ അടിവേരിലേക്ക് ഈ അന്വേഷണം പോകണമെന്നുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ യുവമോർച്ചയുടെ നമ്പർ 1. അദ്ദേഹം വടകര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹവും അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ BJP പറയാത്തതാണ്, അല്ലെങ്കിൽ BJP പറഞ്ഞത് ചെറുതായിട്ടാണ് പറഞ്ഞത്, അത് വലുതായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ അതൊരു മാധ്യമ സൃഷ്ടിയായിട്ട് കാണാനേ സാധിക്കുന്നുള്ളൂ. നമ്മൾ ഇവിടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ബോംബ് ഉണ്ടാക്കുന്നു, എന്താ അവിടെ നടക്കുന്നത്? ഇവിടെ ലോകം പുരോഗമിക്കുന്ന സമയത്ത് കുപ്പിച്ചില്ലും ആണിയും അതേപോലെ പഴയ തുരുമ്പും ഇരുമ്പും വെച്ചിട്ട് കുറെ പിള്ളേർ ഇരുന്നിട്ട് ബോംബ് കച്ചവടം നടത്തുകയാണെന്ന് പറഞ്ഞാൽ അതിന് സുരേന്ദ്രന്റെ വാക്കുകളുടെ ശബ്ദം ഇടറിപ്പോയി എന്നുള്ളതല്ല ചർച്ച നടത്തേണ്ടത്. ഇതേപോലെയുള്ള ഒരു പുതിയ ഒരു യുവതലമുറയെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന കൊണ്ടുപോകുന്നത് എന്തിനാണ്? അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നത് വികസനത്തിന്റെ കാര്യത്തിലാണ്. ആ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് പദ്ധതികളും സ്റ്റാൻഡപ്പ് പദ്ധതികളും പറയുമ്പോൾ, മേക്ക് ഇൻ ഇന്ത്യ പറയുന്ന സമയത്ത് പിണറായി വിജയൻ അവരുടെ നേതാക്കന്മാരോടും മണികളോടും മേക്ക് ഇൻ കേരള എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ഈ ശീല ബോംബ് ഉണ്ടായിട്ട് ആളുകളെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? MM ഹസൻ ഇപ്പോഴാ അത് ഉദിച്ചേ? എത്ര കാലമായി ഇവർ ഈ അഭ്യാസം തുടങ്ങിയിട്ട്? ഇവരുടെ എത്ര ആളുകളെ കൊണ്ടുവന്ന സമയത്തും കൊന്ന സമയത്തും ഇവരെ ഉപദ്രവിച്ച സമയത്തൊക്കെ ഇവരൊക്കെ മൃദു സമീപനം നടത്തിയിട്ടുള്ള ചരിത്രമൊക്കെ ഈ കേരളത്തിലല്ലേ? എന്താ കുഞ്ഞാനന്ദന്റെ വിഷയത്തിനകത്ത് കോൺഗ്രസുകൾ പതുക്കെ പറഞ്ഞു പോയി? മനുവിന്റെ ഭാഷ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ കുഞ്ഞാനന്ദന്റെ ഭാര്യയോട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താ ഇടതുപക്ഷക്കാരെ മൗനം ത്തിലിരുന്നത്? എന്താ വലതുപക്ഷക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ അത് വല്ലാണ്ട് കയറി കടിക്കാഞ്ഞത്? അപ്പോ അവിടെ ചെറുതായി പറഞ്ഞു എന്ന് എന്റെ മനുഭരതിന് തോന്നിയില്ല. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് എല്ലാറ്റിന്റെയും ഒരു അറ്റത്ത് BJPയെ കൊണ്ടുകെട്ടണം. BJP കൃത്യമായി BJP അല്ലാതെ ഈ കേരള രാഷ്ട്രീയത്തിൽ ആരാണ് ഇതുപോലെയുള്ള ഇടതുപക്ഷക്കാരുടെ തനി തെമ്മാടിത്തരം എന്ന ഭാഷ ഉപയോഗിക്കേണ്ട ഇതുപോലുള്ള ആക്രമണ സ്വഭാവമുള്ള ശൈലി എതിർക്കുക? വേറെ ആരാ കോൺഗ്രസ് എതിർക്കുക? മനു ഒന്ന് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം നോക്ക്. ഞങ്ങളല്ല ആരാണ് ഇവരെ പ്രതിരോധിച്ചിട്ടുള്ളത്? ഇവരുടെ കൊലപാതകവും വെട്ടൂത്തിയും വടിവാളും ബോംബേറും ബോംബുണ്ടാക്കലും കൊല്ലലും കൊലവിളിക്കലും എന്തെല്ലാം ഭംഗിയായിട്ടല്ലേ ഇവർ തള്ളി പറയുന്നത്? ഒരു ഉളുപ്പുമില്ലാത്ത ഭംഗിയായി ധിക്കാരപൂർവ്വം അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇവരുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, എന്താ ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങളായിട്ടൊരു ബന്ധവുമില്ല, അത് ഞങ്ങളുടെ പേര് ചാർത്താൻ നോക്കണ്ട. ഇവരെന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞോ ശബ്ദം കുറച്ചിട്ടാണ് മാഷ് പറയുന്നത് നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ വിഷയത്തിൽ വികസനമല്ല കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. കേരള രാഷ്ട്രീയം ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇടതുപക്ഷ പാർട്ടി കൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ ഇവിടെ വികസനമാണ് ചർച്ച ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പാണ്, ഡെവലപ്മെന്റ് ആണ് ഞങ്ങൾക്ക് ആവശ്യം. യുവജന വിഭാഗം ബോംബുണ്ടാക്കാനല്ല പഠിക്കേണ്ടത്, മറിച്ച് ഈ നാടിന്